ദിക്കറിയാതെ ഓടി തളർന്ന ദേവു പേടിയോടെ ചുറ്റും നോക്കി. വലിയൊരു കാട്ടിലാണ് താനിപ്പോൾ ഉള്ളതെന്ന ചിന്ത അവളെ തളർത്തി. ചുറ്റും വൻമരങ്ങളും കാട്ടുവള്ളികളും മാത്രം. ഉൾക്കാടായതിനാലാവണം സൂര്യപ്രകാശം ചെറുതായി മാത്രമേ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചെറിയ ഇരുൾ പ്രാപിച്ചിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അവൾ അവിടെ ഒരു കല്ലിലായിരുന്നു. നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു. ഓടുന്ന വഴിയിൽ ചെരുപ്പ് പൊട്ടി. അതിനാൽ പിന്നീട് അങ്ങോട്ട് ചെരുപ്പില്ലാതെയായിരുന്നു ഓട്ടം എന്നുള്ളത് കൊണ്ട് തന്നെ കാൽപാദമൊക്കെ വല്ലാതെ വേദനിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഫോണിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഷോളിൻ്റെ തുമ്പിൽ കെട്ടിയിരിക്കുന്ന ഫോൺ എടുത്ത് അബിയെ കോൾ ചെയ്തു. എന്നാൽ ആ നിമിഷം തന്നെ അത് ഡിസ്കണക്റ്റ് ആയി. അവൾ ഫോണിലേക്ക് നോക്കി. റേഞ്ചിൻ്റെ ഒരു പുള്ളി പോലും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ പിന്നെയും തളർന്നു. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷയും നഷ്ടപ്പെട്ടിരിക്കുന്നു. മഹാദേവ, എന്തൊരു വിധിയാണിത്! ഇനി ഈ കാട്ടിൽ എന്നെ രക്ഷിക്കാൻ ആരാണ്? അവൾ അലമുറയിട്ട് കരഞ്ഞു. വന്ന വഴി തന്നെ തിരിച്ചു നടക്കാൻ തീരുമാനിച്ചു. പതിയെ എണീറ്റ് കാലൊക്കെ പൊട്ടിയടർന്ന പോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. കൂടെ ദാഹവും. കുറച്ചു ദൂരം വന്ന വഴി നടന്നു. അപ്പോഴേക്കും അവൾ വല്ലാതെ ക്ഷീണിച്ചു പോയിരുന്നു. ഇനി ഒരടി പോലും നടക്കാൻ കഴിയില്ലെന്ന് തോന്നി അവൾ പിന്നെയും ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു. ഡാ ആഹി, എത്ര ദൂരമായി? ഇനിയിപ്പോൾ എവിടെ പോയി നോക്കാനാ അവളെ? എവിടെ പോയി ആയിരുന്നാലും കണ്ടുപിടിക്കണം അവളെ. വേറൊന്നും നോക്കാതെ മുൻപോട്ട് നടന്നുകൊണ്ട് ഉറച്ച ശബ്ദത്തിൽ തന്നെ അവൻ പറഞ്ഞു. ഡാ, എനിക്ക് വയ്യ, ഞാൻ മടുത്തു. 1 മണിക്കൂർ ആയില്ലേ ഈ നടത്തം തുടങ്ങിയിട്ട്. എനിക്കാണെങ്കിൽ ദാഹിച്ചിട്ട് വയ്യ. ഇനി ഒരടി നടക്കാൻ പറ്റില്ല. ക്രിസ്റ്റി അടുത്ത മരച്ചുവട്ടിൽ ഇരിപ്പുറപ്പിച്ചു. ഡാ, നിന്റെ അവസ്ഥ ഇതാണെങ്കിൽ അവളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ അവളെ കണ്ടെത്തിയില്ല എന്നുണ്ടേൽ എന്നേക്കുമായി ചിലപ്പോൾ അവളെ... ഡാ, നീ എങ്ങോട്ടേയി പറഞ്ഞോണ്ട് പോകുന്നേ? അല്ല, എന്താ നിനക്ക് അവളോട് പെട്ടെന്നൊരു സോഫ്റ്റ് കോർണർ? അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക. ഡു യു ലവ് ഹെർ? ക്രിസ്റ്റി അതിശയത്തോടെ ആഹിയോടായി ചോദിച്ചു. ഐ ഡോണ്ട് നോ. ആഹി മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ കർത്താവേ, അവളെ കണ്ടാൽ കടിച്ചു കീറാൻ നടന്നവനാ. അവളെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളെ തിന്നാൻ വന്നിരുന്ന ചെക്കനാ. നിനക്കിത് എന്നാ പറ്റിയടാ? ക്രിസ്റ്റി വിടാൻ ഉദ്ദേശമില്ലായിരുന്നു. നീ ഇപ്പോൾ വരുന്നുണ്ടോ ഇല്ലയോ? ആഹി അവനെ തറപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇനി എനിക്കൊരടി നടക്കാൻ വയ്യ. അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടെന്ന് അബി പറഞ്ഞില്ലേ, അതിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ക്രിസ്റ്റി വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ഡാ പന്ന പുന്നാര മോനെ, ഈ കാട്ടിൽ നിന്റെ മറ്റവൾ കൊണ്ടുവച്ചിട്ടുണ്ടോ മൊബൈൽ ടവർ? ആഹിക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അവൻ ക്രിസ്റ്റിയെ ഒന്ന് നോക്കിയിട്ട് മുൻപോട്ട് നടന്നു. ഡാ, നീ മുൻപോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചോ? വഴിയറിയാത്ത കാട്ടിൽ നീ അവളെ എവിടെ പോയി അന്വേഷിക്കും? ഡാ പൊന്ന മോനെ, നിനക്ക് വരാൻ വയ്യെങ്കിൽ വേണ്ട. മഹാൻ ഇവിടെ കുത്തിയിരിക്ക്. എനിക്കറിയാം അവളെ കണ്ടുപിടിക്കാൻ. ഒരു കാര്യം, ഇവിടെ നിന്നും എങ്ങോട്ടും പോകാൻ നിൽക്കണ്ട. പറഞ്ഞത് മനസ്സിലായോ? ക്രിസ്റ്റി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് മൂളി. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. നീ തിരിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്താൽ മതി. ഇച്ചിരി വെള്ളം കിട്ടുമോ എന്ന് നോക്കിയിട്ട് ആദ്യം നീ നടന്നോ, സമയം കളയണ്ട. ക്രിസ്റ്റി അത് പറഞ്ഞ് അവിടെ കണ്ട ചെറിയൊരു വഴിയിൽ കൂടി നടന്നു. അത് കണ്ട് ആഹി മുൻപോട്ട് നടന്നു. നേരം അത്യാവശ്യം ഇരുട്ടി തുടങ്ങിയിരുന്നു. ദേവു ഇരിക്കുന്നിടത്തു നിന്നും മാറിയൊരു ചെറിയ അരുവി കണ്ടിരുന്നു. അവൾ അതിൽ നിന്നും ദാഹം തീരം വെള്ളം കുടിച്ച് പിന്നെയും വന്ന വഴി പിന്നോട്ട് നടക്കാൻ തുടങ്ങി. എന്നാൽ കാലിലെ അസഹനീയമായ വേദന കാരണം അവൾക്ക് നടക്കാൻ കഴിഞ്ഞില്ല. കാൽ പൊട്ടി ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നെന്തോ അലർച്ച പോലെ കേട്ട് അവൾ ഇരുന്ന മരച്ചുവട്ടിൽ നിന്നും ചാടി എണീറ്റു. അവൾ ആകെ പേടിച്ചു പോയിരുന്നു. അത് ഏതോ മൃഗത്തിൻ്റെയാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് അധികം സമയം വേണ്ടി വന്നില്ല. അവൾ പേടികൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഈ കാട്ടിൽ ഇനി തന്നെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന്, ഏതെങ്കിലും മൃഗത്തിൻ്റെ ഇരയാവാനോ വിശന്ന് മരിക്കാനോ ആണ് തൻ്റെ വിധിയെന്ന് അവൾ മനസ്സിലോർത്തു. പിന്നെയും ആ അലർച്ച അടുത്തെവിടെയോ കേട്ടു. അത് എന്തിരുന്നാലും തനിക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. പൊടുന്നനെ എന്തോ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന നായയെ പോലെ ഒരു ജീവിയെ അവൾ കണ്ടു. അത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ അത് ഉപദ്രവകാരിയായ ഒരു ജീവിയാണെന്ന് അതിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. പേടി കൊണ്ടും കാലിലെ വേദന കൊണ്ടും അവൾക്ക് ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ അവൾ പ്രതീക്ഷിക്കാത്ത അടുത്ത നിമിഷം അത് അവളുടെ അടുത്തേക്ക് ചീറി വന്നു. അവളുള്ള ജീവനും കൊണ്ട് ഓടി സകല ഈശ്വരന്മാരെയും വിളിച്ചു. തന്നെ രക്ഷിക്കാൻ ഈ കാട്ടിൽ ആരുമില്ലെന്ന ചിന്ത അവളെ തളർത്തിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് ഒരു മരത്തിൻ്റെ വേരിൽ തട്ടി അവൾ മുൻപിലേക്ക് വീണു. എങ്ങനെയൊക്കെയോ ഉയർന്നു മുൻപിലേക്ക് നോക്കി അവൾ കാണുന്നത് തൻ്റെ മേലേക്ക് ചീറിക്കൊണ്ട് വീഴുന്ന ആ മൃഗത്തെയായിരുന്നു. അവൾ തൻ്റെ ജീവൻ അവസാനിക്കാൻ പോകുകയാണെന്ന ചിന്തയിൽ കണ്ണുകൾ ഇറുകെ പൂട്ടി മുഖം പൊത്തി. പെട്ടെന്ന് എന്തോ വലിയ പൊട്ടിത്തെറിയുടെ ഒരു ശബ്ദം കേട്ടു. ഒപ്പം ആ മൃഗത്തിൻ്റെ അലർച്ചയും. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ദേവു പതിയെ കണ്ണു തുറന്നു നോക്കി. മുൻപിൽ ചത്തുമലർന്നു കിടക്കുന്ന ആ ജീവിയെ കണ്ട് അവൾ ഞെട്ടലോടെ പുറകിലേക്ക് നോക്കി. തന്നെ നോക്കി നിൽക്കുന്ന ആഹിയെ കണ്ട് പോയ ജീവൻ തിരികെ കിട്ടി.
അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന് ഇറുക്കെ പുണർന്നു. അത്രമേൽ അവൾ ഈ കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് ഭയന്നു പോയിരുന്നു. അവളുടെ ഹൃദയമിടിപ്പിൽ നിന്നും ആഹിക്കും അത് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അവളെ പിടിച്ചുമാറ്റാൻ മുതിർന്നില്ല. പെട്ടെന്ന് അവളുടെ അവനിലെ പിടി അയഞ്ഞു വന്നു. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ അവൾ നിലത്തേക്ക് ഊർന്നു വീഴാൻ പോയി. എന്നാൽ അവൻ തൻ്റെ കൈകൾ അവളെ കോരിയെടുത്ത് മുൻപോട്ട് നടന്നു. അപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു. ആയാസപ്പെട്ട് ദേവു പതിയെ മിഴികൾ തുറന്നു. ശരീരത്തിന് വല്ലാത്ത ക്ഷീണം തോന്നി അവൾക്ക്. എന്നാൽ കണ്ണു തുറന്ന് അവൾ കാണുന്നത് അവളുടെ തൊട്ടടുത്ത് അവളെ തന്നെ നോക്കിയിരിക്കുന്ന ആഹിയെയാണ്. മൊബൈൽ ഫ്ലാഷ് ഓണാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വ്യക്തമായി അത് കാണാം. എന്നാൽ അടുത്ത നിമിഷം അവൾ അറിഞ്ഞു അവൻ്റെ മടിയിലാണ് താനിരിക്കുന്നതെന്ന്. അവൾ ഞെട്ടിപ്പിടഞ്ഞു മാറാൻ നോക്കി. എന്നാൽ അതൊരു ചെറിയ ഗുഹ പോലുള്ള വലിയ മരത്തിൻ്റെ പൊത്തായതുകൊണ്ട് തന്നെ അവൾക്ക് മാറിയിരിക്കാൻ സാധിച്ചില്ല. എനിക്ക് മാറിയിരിക്കണം, ദേവു അല്പം ഉച്ചത്തിൽ തന്നെ പറഞ്ഞു. എന്നാൽ അടുത്ത നിമിഷം അവളുടെ ചുണ്ടുകളെ പൊതിഞ്ഞുകൊണ്ട് അവൻ്റെ കൈ വിരലുകൾ സ്ഥാനം പിടിച്ചിരുന്നു. മിണ്ടരുത് എന്ന് അവൻ ആംഗ്യം കാണിച്ചു. അവൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അവൻ കണ്ണുകൾ കൊണ്ട് പുറത്തേക്ക് ആംഗ്യം കാണിച്ചു. അവൾ പുറത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച കണ്ട് പേടിയോടെ ദേവു ആഹിയെ നോക്കി. ദേവു എത്രത്തോളം പേടിക്കുന്നുണ്ടെന്ന് ആഹിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും അത് വ്യക്തമായിരുന്നു. ആരാത് അവരൊക്കെ? ദേവു പതിഞ്ഞ സ്വരത്തിൽ വിറയലോടെ ആഹിയോട് ചോദിച്ചു. അതിന് ആഹി അവളെ ഒന്ന് നോക്കി. വിറക്കുന്ന ചുണ്ടുകളോടെ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു അവളപ്പോൾ. പുറത്ത് പ്രാകൃത വേഷം ധരിച്ച കുറച്ചുപേര് തീ കായുന്നുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ കുന്തമെന്ന് തോന്നിക്കുന്ന ആയുധങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ ശരീരപ്രകൃതം കണ്ടാൽ ഭയപ്പെടുത്തുന്ന പോലെയായിരുന്നു. ദേവു ശരിക്കും പേടിച്ചു. ആഹിയാണെങ്കിൽ അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കുറച്ച് വിറക് കഷ്ണങ്ങൾ കൊണ്ട് തീ കൂട്ടി അതിനു മുൻപിൽ കൂട്ടം കൂടി ഇരിക്കുകയാണ് അവർ. ഇടയ്ക്കിടയ്ക്ക് ചുറ്റുപാടും കണ്ണോടിക്കുന്നുണ്ട്. അതെ, ഈ ഫ്ലാഷ് ലൈറ്റ് ഓഫ് ചെയ്തു വെക്ക്, അവർ കണ്ടാലോ? ദേവു പതിയെ ആഹിയോട് പറഞ്ഞു. അവൻ്റെ മടിയിൽ അവനോട് ചേർന്നാണ് താൻ ഇരിക്കുന്നതെന്ന് പോലും അവൾ ആ നിമിഷങ്ങളിൽ മറന്നുപോയി എന്നതായിരുന്നു സത്യം. എന്തിന്? അവർ കണ്ടാൽ എന്തുണ്ടാവാൻ? അവൻ അതേ സ്വരത്തിൽ പതിയെ ചോദിച്ചു. നമ്മളെ ചിലപ്പോൾ കൊന്നു കളഞ്ഞാലോ? എനിക്ക് മരിക്കാൻ പേടിയില്ല, ശാന്തമായി ആഹി പറയുന്നത് കേട്ട് ദേവു അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. തോനി ചെകുത്താൻ തന്നെ. അവൾ പതിയാണ് പറഞ്ഞതെങ്കിലും ആഹി അത് വ്യക്തമായി കേട്ടു. അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് കൂടുതൽ ചേർത്ത് പിടിച്ചു. അവളാണെങ്കിൽ അത് തടയാനെന്നോണം അവൻ്റെ കോളറിൽ മുറുകെ പിടിച്ചു. നീയില്ലേ മാലാകയായി. ഒരു ചെറുചിരിയോടെ അവൻ അത് പറഞ്ഞത് കേട്ട് ദേവു അമ്പരന്ന് അവനെ നോക്കി. എന്താ എന്താ ഇപ്പോൾ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ആഹി ഒന്നും അറിയാത്ത പോലെ തിരിച്ചു പറഞ്ഞു. അല്ല, ഇപ്പൊ എന്തോ പറഞ്ഞല്ലോ. ദേവു പിന്നെയും ചോദ്യം ആവർത്തിച്ചു. കുറച്ചു ദൂരെയായി ഇരുന്നവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവരുടെ ഭാഷയിൽ അവർ തമ്മിൽ എന്തോ പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുന്നത് കണ്ട് ആഹി ദേവുവിന്റെ വാ പൊത്തിക്കൊണ്ട് ഫ്ലാഷ് ഓഫ് ചെയ്തു. ഒരു നിമിഷം ഉച്ചത്തിൽ സംസാരിച്ചതിനെ കുറിച്ചോർത്ത് ദേവു ഭയന്നു. പേടികൊണ്ട് അവളുടെ നെഞ്ചെടുപ്പുയർന്നു. അവൾ ആഹിയെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. ഡോണ്ട് ബി പാനിക്, ഐ വിൽ ബി ഹിയർ വിത്ത് യു. എനിക്കെന്തെങ്കിലും പറ്റിയാലും നീ സുരക്ഷിതയായിരിക്കും, ആഹി പതിഞ്ഞ സ്വരത്തിൽ ദേവുവിൻ്റെ ചെവിയിൽ പറഞ്ഞു. അവൾ ഒന്നുകൂടി അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ കൈകൾ അവൾക്ക് ചുറ്റും സംരക്ഷണ വലയം തീർത്തു. ദൂരെ നിന്ന് നടന്നു വരുന്നവർ ആ പൊത്തിനടുത്തായി വന്നു. എന്നാൽ പ്രത്യേകിച്ചൊന്നും ഇരുട്ടായതിനാൽ അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. കൂടെയുള്ളവരോട് എന്തോ പറഞ്ഞുകൊണ്ട് അവർ തിരികെ നടന്നു. എന്നിട്ട് കത്തുന്നതിൽ നിന്നും ഓരോരുത്തരും ഓരോ തീക്കൊള്ളി എടുത്ത് തിരിഞ്ഞു. ഇങ്ങോട്ടേക്കാണ് അവരുടെ വരവെന്ന് ആഹിക്ക് തോന്നി. ഇവർ ആരാണെന്നോ സ്വഭാവം എന്താണെന്നോ അറിയില്ല, ഭാഷ പോലും മനസ്സിലാവുന്നില്ല. പക്ഷെ ആഹിയെ ഞെട്ടിച്ചുകൊണ്ട് അവൾ ഉൾക്കാട് ലക്ഷ്യമാക്കി നീങ്ങി. വീണ്ടും അവിടെ മുഴുവൻ ഇരുട്ടായി. അവർ പോയെന്ന് ഉറപ്പുവരുത്തി ആഹി പതിയെ ഫ്ലാഷ് ഓൺ ചെയ്തു. പോയി. ആഹി പറഞ്ഞത് കേട്ട് അവൻ്റെ നെഞ്ചിൽ നിന്നും ദേവു പതിയെ തല ഉയർത്തി. അവരുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ ആഹിക്ക് വല്ലാതായി. ഏയ്, വാട്ട് ഹാപ്പൻ? അവളുടെ മുഖമെടുത്ത് അവൻ ചോദിച്ചു. ഞാൻ പേടിച്ചു പോയി, ദേവു പതിയെ പറഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് മടി തോന്നി. ആഹി പതിയെ അവളുടെ ചുണ്ടുകളോട് തൻ്റെ ചുണ്ടുകൾ ചേർത്തു. ദേവു വിറയലോടെ അവനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവളും അത് ആഗ്രഹിച്ചിരുന്ന പോലെ തോന്നി ആഹിക്ക്. അവൾക്ക് ശ്വാസം വിലങ്ങുന്നു എന്ന് മനസ്സിലായപ്പോൾ ആഹി അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു. ദേവുവിന് എന്തെന്നില്ലാത്ത പരവേശം തോന്നി. അവൾ പതിയെ അവൻ്റെ മടിയിൽ നിന്നും എണീക്കാൻ ശ്രമിച്ചു. എന്നാൽ അതിന് വിപരീതമായി അവളെ അവൻ മുറുക്കെ കെട്ടിപ്പിടിച്ചു. അവൾ ഞെട്ടി അവനെ നോക്കി. അവൻ്റെ കൈകളെ വേർപ്പെടുത്താൻ നോക്കി. ഇല്ലെങ്കിൽ തനിക്ക് തന്നെ നഷ്ടപ്പെടുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അടങ്ങിയിരുന്നോ? ഇല്ലിൽ, അടക്കിയിരുത്താൻ എനിക്കറിയാം. അവളുടെ വെട്ടിത്തിളങ്ങുന്ന മൂക്കുത്തിയിൽ നോക്കി അവനത് പറഞ്ഞതും അവൾ പതിയെ അവൻ്റെ കണ്ണുകൾ തൻ്റെ ചുണ്ടുകളിലേക്ക് തെന്നിമാറുന്നു എന്ന് തോന്നിയതും ദേവു പതിയെ അവനിൽ നിന്നും തിരിഞ്ഞിരുന്നു. എനിക്കെന്തോ വിമ്മിഷ്ടം പോലെ ദാഹിക്കുന്നു, ദേവു പറഞ്ഞതും ആഹി അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി.
അവൻ തന്നെ ആദ്യം ആ പൊത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. തൻ്റെ ഫോൺ കയ്യിലെടുത്തു ദേവുവിന് നേർക്ക് കൈനീട്ടി. ദേവു അതിൽ പിടിച്ച് പതിയെ പുറത്തേക്കിറങ്ങി. അവൾക്ക് നല്ല ആശ്വാസം തോന്നി. കാരണം കുറേ നേരമായിരുന്നു ആ ഇരിപ്പ് തുടർന്നിട്ട്. വാ. എങ്ങോട്ടാ? നിനക്ക് വെള്ളം വേണ്ടേ? ആഹി അവളോടായി പറഞ്ഞു. ഈ കാട്ടിൽ രാത്രി എവിടെ പോയി കുടിക്കാനാ വെള്ളം? ദേവ് സംശയത്തോടെ ചോദിച്ചു. കാട്ടുമൃഗങ്ങളൊക്കെ ഉറങ്ങില്ലേ? ദേവ് പേടിയോടെ ചുറ്റും നോക്കി. അതിനു മറുപടി എന്നോണം ആഹി ചുറ്റിലും കിടന്ന കുറച്ച് കമ്പുകൾ പെറുക്കിയെടുത്ത് നേരത്തെ പ്രാകൃത മനുഷ്യർ വന്നിരുന്ന് തീ കാഞ്ഞിരുന്നെടുത്ത് കൊണ്ടിട്ടു. അതിൽ കുറച്ച് നേർപ്പാട് ബാക്കിയുണ്ടായിരുന്നു. ആഹി നിലത്തിരുന്ന് അത് ഊതാൻ തുടങ്ങി. ദേവു ഇതെല്ലാം കണ്ട് കൈകെട്ടി നോക്കി നിന്നു. എവിടുന്ന് എത്ര ഊതിയിട്ടും തീ കത്തുന്നില്ല എന്ന് മാത്രമല്ല, ആഹി ചുമയ്ക്കാനും തുടങ്ങി. അങ്ങോട്ട് മാറി നിൽക്ക്, അറിയാൻ വയ്യാത്ത പണിക്ക് പോകാതെ. ദേവു അത് പറഞ്ഞുകൊണ്ട് അവനെ പിടിച്ചുമാറ്റി നിലത്തിരുന്ന് ഊതി കത്തിക്കുന്നത് ആഹി സാഗൂതം നോക്കിയിരുന്നു. എന്നിട്ട് പിന്നെയും കുറച്ചു കമ്പുകൾ കൂടി പെറുക്കി അതിലേക്കിട്ടു. തീ ആളിക്കത്തി. ആഹി ദേവുവിൻ്റെ മുഖത്തേക്ക് നോക്കി. ആ തീയുടെ വെട്ടത്തിൽ അവളുടെ സൗന്ദര്യം കത്തി ജ്വലിക്കുന്നത് പോലെ തോന്നിയ ആഹിക്ക് ഇനിയും ഇങ്ങനെ നിന്നാൽ തനിക്ക് മറ്റെന്തെങ്കിലും ചിന്ത വരുമെന്നോർത്ത് ആഹി അവളെ വിളിച്ചു. നീ വരുന്നുണ്ടോ അതോ ഇവിടെ നിൽക്കുന്നോ? ഞാനും വരുന്നു, എനിക്കിവിടെ പേടിയാ. പറഞ്ഞു തീരുന്നതിന് മുൻപ് ദേവു ഓടി അവനടുത്തേക്ക് വന്നു. അവളുടെ കൈകളിൽ തൻ്റെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അവർ മുൻപിലേക്ക് നടന്നു. മുൻപോട്ട് നടക്കുമ്പോഴും ആഹി ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു എവിടുന്നെങ്കിലും വെള്ളം കിട്ടുമോ എന്ന്. പരിചയമില്ലാത്ത സ്ഥലം, കാട്, അതും പോരാഞ്ഞിട്ട് രാത്രി. എന്നാൽ ഇവയെല്ലാം തരണം ചെയ്തേ പറ്റൂ എന്ന് അവൻ മനസ്സിലൊരു ദൃഢനിശ്ചയം എടുത്തിരുന്നു. ക്രിസ്റ്റിയെക്കുറിച്ച് ഓർക്കെ ആഹിക്ക് ടെൻഷനായി. അവൻ പോയിട്ടുണ്ടാവുമോ അതോ ആകെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. കൂടാതെ ഒരുത്തൻ ഗോഡൌണിലും. കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം. സാജൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ആഹിയുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. തങ്ങൾ അനുഭവിക്കുന്ന സ്വത്തുക്കൾ അതെല്ലാം ദേവുവിൻ്റെ കൂടിയാണെന്ന് വിശ്വസിക്കാൻ ആഹിക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നി ആ നിമിഷം. ഇത്രയും നാൾ തങ്ങളുടേതെന്ന് മാത്രം വിശ്വസിച്ചിരുന്ന ഒന്ന് പെട്ടെന്ന് അങ്ങനെയല്ല എന്ന് വരുമ്പോൾ ആരായിരുന്നാലും ഇതുപോലെ ഷോക്കാവും. അവൻ പതിയെ തലചരിച്ച് ദേവുവിനെ നോക്കി. താൻ പിടിച്ചിരിക്കുന്ന അവളുടെ കയ്യിൽ അവളുടെ മറുകൈ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അവൾ. അവളുടെ മൂക്കുത്തിയിലാണ് അവൻ്റെ നോട്ടം പതിഞ്ഞത്. അതിനെന്തോ കാന്തശക്തി ഉള്ളതുപോലെ തോന്നി അവന്. അവളിടയ്ക്ക് കൂനി നടക്കുന്നത് കണ്ടപ്പോൾ അവൻ ഒന്നുകൂടെ അവളെ ശ്രദ്ധിച്ചു. തണുത്തിട്ടാണ് അവൾ അങ്ങനെ നടക്കുന്നതെന്ന് അവളുടെ വിറക്കുന്ന ചുണ്ടുകളും തണുത്തുറഞ്ഞ കൈകളിൽ നിന്നും അവൻക്ക് മനസ്സിലായി. അവനും ചെറുതായി തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു. അവൻ പതിയെ അവളെ വലിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. അവൾ ഒരു ഞെട്ടലോടെ അവനിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനനുസരിച്ച് അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളെ പൊതിഞ്ഞ് ഒന്നുകൂടെ തന്നോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു. അവനിൽ നിന്നും കുതറി മാറാൻ സാധിക്കില്ല എന്ന് കണ്ടതും അവൾ ഒരു പൂച്ചക്കുട്ടിയെപ്പോലെ അവനോട് ചേർന്ന് നിന്നു. ഇവിടെ എങ്ങും വെള്ളമുള്ളതിൻ്റെ ഒരു ലക്ഷണവുമില്ലല്ലോ. ആഹി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്തു ചെയ്യും? ദേവു നിരാശയോടെ അവനോടായി ചോദിച്ചു. കുറച്ചുകൂടി പോയി നോക്കാം. അവിടെയും ഇല്ലെങ്കിൽ തിരിച്ചു പോകാം. നമുക്ക് വേറെ വഴിയില്ല. പരിചയമില്ലാത്ത ഈ കാട്ടിൽ എവിടെ പോയി തപ്പാനാണ് വെള്ളം? പോരാത്തതിന് ഇരുട്ടും. അതിന് ദേവു മറുപടിയൊന്നും പറഞ്ഞില്ല. നിശബ്ദത നിറഞ്ഞ ആ കാട്ടിൽ അവരുടെ കാലൊച്ചകൾ മാത്രം ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ വെള്ളം ഒഴുകുന്ന ശബ്ദം കേട്ടു ദേവു. അതാ അവിടെ എന്തോ വെള്ളത്തിന്റെ ശബ്ദം പോലെ കേൾക്കുന്നില്ലേ? പെട്ടെന്ന് നിന്നുകൊണ്ട് ദേവു ചോദിച്ചു. അവൾ പറഞ്ഞത് കേട്ട് ആഹിയും ഒന്ന് ചെവിയോർത്തു. ശരിയാണ്, വെള്ളം എവിടെയോ ഒഴുകുന്ന ശബ്ദം. വാ. അവൻ അവളെയും ചേർത്തുകൊണ്ട് ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി നീങ്ങി. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ്. ഡാ, നീ എന്തേ പറയുന്നത്? ആഹി, അവൻ തനിച്ചുള്ളിലേക്ക് പോയെന്നോ? ഓടിക്കിതച്ചു വന്ന ക്രിസ്റ്റിയെ നോക്കി അഭി ചോദിച്ചു. അതേടി, ഞാൻ മടുത്ത് ഒരിടത്ത് ഇരുന്നപ്പോൾ അവളെ കണ്ടുപിടിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് അവൻ തനിച്ചു പോയത്. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു കാട്ടാനക്കൂട്ടം വന്നു. ശരിക്കും ഞാൻ പേടിച്ചിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയേ. നിങ്ങളുടെ അടുത്തെത്തുമെന്ന് പോലും വിചാരിച്ചില്ല. റോസി കൊടുത്ത ബോട്ടിലെ വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞു. ഡാ, എന്നാലും ഇപ്പോൾ നേരെ ഇരുട്ട് തുടങ്ങിയില്ലേ? ആഹി, അവനും ദേവും മിസ്സിംഗ് ആണ്. ഇപ്പോൾ 9 മണിക്കൂറാകുന്നു. നമ്മൾ എന്ത് ചെയ്യും ഇനി? എത്ര നേരമായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട്? റോസി നിർവികാരതയോടെ പറഞ്ഞു. ഡി, നമുക്ക് പോയൊരു കേസ് ഫയൽ ചെയ്യാം. എന്നിട്ട് അവനെയും അവളെയും ചേർത്ത് ആളുകൾ ഓരോന്ന് പറയുന്നത് കേൾക്കാനോ? ഒന്നാമത്തെ കാര്യം, അവനൊരു ബിസിനസ്മാനാണ്. ഇങ്ങനത്തെ ഒരു കാര്യം വല്ലതും മീഡിയയിൽ അറിഞ്ഞാൽ പിന്നെ അത് മതി. ഞാൻ പറയാൻ തന്നെ അറിയാലോ. അത് ശരിയാണടാ ക്രിസ്റ്റി, ഇവൾ പറയുന്നതിലും കാര്യമുണ്ട്. റോസി അവന് നേർക്ക് തിരിഞ്ഞു. പിന്നെ എന്തു ചെയ്യും? ആരെയും അറിയിക്കാതെ ഇത് ഒളിപ്പിച്ചു വെക്കാനാണോ പ്ലാന്? അവരുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് വന്നാൽ ആര് സമാധാനം പറയും? ഒന്നാമതേ പരിചയമില്ലാത്ത കാടാണ്, ക്രിസ്റ്റി പറഞ്ഞു. അല്ല സിദ്ധു, അവനെവിടെ? അവനെ വിളിക്ക്. അവൻ അവിടെ ഗോഡൌണിലാണ്. അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. അവൻ അവിടെ നിന്ന് വരാൻ പറ്റില്ല, ക്രിസ്റ്റി പറഞ്ഞു. എന്ത് കാര്യം? അഭി സംശയത്തോടെ ചോദിച്ചു.
അത് ദേവുവിനെ ബാധിക്കുന്ന കാര്യമാണ്. പറയാം. അതിനു മുമ്പ് ഇതിലൊരു തീരുമാനമെടുക്കണം. ഡാ, നീ ഒന്നുകൂടെ അവൻ്റെ നമ്പറിലേക്ക് വിളിക്ക്. ഞാൻ ദേവുവിൻ്റെ നമ്പർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. റോസിയാണത് പറഞ്ഞത്. ഡി പൊട്ടി, അതിനവിടെ നിന്റെ മറ്റവൻ കൊണ്ട് വെച്ചിരിക്കുവാണോ റേഞ്ച് കിട്ടാൻ ടവറ്? ക്രിസ്റ്റി റോസിയെ രൂക്ഷമായി നോക്കി. ഞാൻ എന്തായാലും ട്രൈ ചെയ്യുക. റോസി അവനെ ശ്രദ്ധിക്കാതെ മറുപടി പറഞ്ഞു. എന്ത് ചെയ്യണമെന്നറിയാതെ 3 പേരും ഒരു തീരുമാനമെടുക്കാനായി തല പുകഞ്ഞ് ആലോചിച്ചു. ചെറിയ ഒരു അരുവിയായിരുന്നു അത്. മൊബൈൽ ഫ്ലാഷിന്റെ വെട്ടത്തിൽ അതിൻ്റെ അടിത്തട്ട് വരെ വ്യക്തമായി കണ്ടു. അത്രയ്ക്ക് കണ്ണാടി പോലുള്ള തെളിനീർ വെള്ളമായിരുന്നു അത്. അധികം ആഴവുമില്ലായിരുന്നു. ദേവു അത് കണ്ടപാടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അതിൻ്റെ ഓരത്തിരുന്ന് കൈക്കുമ്പിളിൽ വെള്ളം കോരി കുടിക്കാൻ തുടങ്ങിയിരുന്നു. അത് നോക്കി നിന്ന് കുറച്ചു പിറകിലായി അവനും. വേണ്ടേ? അതിൽ നിന്നൊരു കൈക്കുമ്പിളിൽ വെള്ളമെടുത്ത് അവന് നേർക്ക് നീട്ടിക്കൊണ്ട് ദേവ് ചോദിച്ചു. അത് കേട്ട പതിയെ അവൻ അടുത്തേക്ക് വന്ന് അവളുടെ കൈകൾ ചുണ്ടോട് ചേർത്ത് അവളുടെ കൈക്കുമ്പിളിലെ വെള്ളം മുഴുവൻ അവൻ കുടിച്ചു. അത് കണ്ട് അതിശയത്തോടെ അവൾ അവനെ നോക്കി. അവൻ ഒത്തിരി മാറിപ്പോയി എന്നവൾക്ക് തോന്നി. മുൻപ് തന്നെ കാണുമ്പോൾ ഉള്ള ആ ചുവപ്പ് രാശി ഇന്ന് ആ കണ്ണുകൾക്കില്ല എന്നവൾ തിരിച്ചറിഞ്ഞു. പകരം അവിടെ നിർവചിക്കാനാകാത്ത തരത്തിലുള്ള ഒരു കുസൃതിയായിരുന്നു. കഴിഞ്ഞെങ്കിൽ വാ, പോകാം. സ്വപ്നലോകത്തിലായിരുന്നത് കൊണ്ട് തന്നെ അവൻ തൻ്റെ അടുത്തു നിന്നു മാറിയതോ വെള്ളം അവൻ്റെ കൈക്കുമ്പിളിൽ കോരി കുടിച്ചതോ ഒന്നും അവൾ അറിഞ്ഞില്ല. അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ വേഗം ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേൽക്കാൻ നോക്കി. പെട്ടെന്ന് ഒരു കല്ലിൽ തട്ടി അവൾ ആ വെള്ളത്തിലേക്ക് തന്നെ മറിഞ്ഞു വീണിരുന്നു. വലിയൊരു ശബ്ദവും ഒപ്പം കുറച്ചധികം വെള്ളത്തുള്ളികളും ആഹിയുടെ ദേഹം നനച്ചുകൊണ്ട് ചിന്നിച്ചെതറി തെറിച്ചു. ഒരു നിമിഷം വേണ്ടിവന്നു ആഹിക്ക് നടന്നത് എന്തെന്ന് മനസ്സിലാക്കാൻ. അടുത്ത നിമിഷം അവനും ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയിരുന്നു.